DCC ട്രഷറർ എം വിജയന്റെ മരണത്തിനു പിന്നാലെ ഗ്രൂപ്പ് പോരിന് ഇരയായി വയനാട്ടിൽ മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. മുള്ളൻകൊല്ലി പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ ജോസ് നെല്ലേടമാണ് മരിച്ചത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഒടുവിലത്തെ ഇരയാണ് ജോസ്. വയനാട്ടിലെ ഉന്നത കോൺഗ്രസ് നേതാക്കൾ ജോസിനെ ബലിയാടാക്കി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. വീട്ടിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചെന്ന വ്യാജക്കേസിൽ കുടുങ്ങിയ കോൺഗ്രസ് നേതാവ് തങ്കച്ചൻ അഗസ്റ്റിൻ തനിക്കെതിരായ കേസിന് പിന്നിൽ ജോസ് നെല്ലേടവും DCC നേതാക്കളുമാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ജനപ്രതിനിധി എന്ന നിലയിൽ ലഭിച്ച സന്ദേശം പോലീസ് കൈമാറുക മാത്രമാണ് ചെയ്തതെന്നും സ്ഫോടക വസ്തു കേസിനെക്കുറിച്ച് കൂടുതൽ ഒന്നും അറിയില്ലെന്നുമാണ് ജോസ് നെല്ലേടം വ്യക്തമാക്കിയിരുന്നത്. മുള്ളൻകൊല്ലിയിൽ നടന്ന കോൺഗ്രസിന്റെ പഞ്ചായത്ത് വികസന സമിതി യോഗത്തിനിടെ നടന്ന ചില സംഭവങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. DCC സെക്രട്ടറി വീട്ടിൽ കിടത്തിയിറക്കില്ലെന്ന് ഭീഷണി മുഴക്കിയിരുന്നുവെന്ന് തങ്കച്ചൻ പറഞ്ഞിരുന്നു. 2ാം വാർഡിലെ പഞ്ചായത്ത് മെമ്പർ, പെരിക്കല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ മീഡിയ, മുള്ളംകൊല്ലിയിലെ മുൻ മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം ട്രഷറർ അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടെന്നും DCC അധ്യക്ഷൻ ND അപ്പച്ചന്റെ പങ്ക് സംശയിക്കുന്നതായും തങ്കച്ചൻ പറഞ്ഞിരുന്നു. ബാങ്ക് തട്ടിപ്പിൽ DCC ട്രഷറർ എം വിജയനെ ബലിയാടാക്കിയ കോൺഗ്രസ് നേതാക്കൾ ഈ കേസിൽ എല്ലാ കുറ്റവും ജോസിന്റെ തലയിലിട്ട് അയാളെ കൊലയ്ക്ക് കൊടുത്തു.